നമസ്കാരം, മോർണിംഗ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം. ഇന്നലെ രാത്രി 7:45 അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തം ഉണ്ടായത്. ആശുപത്രിയിലെ UPS റൂമിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും തുടർന്ന് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. ഇതിന് പിന്നാലെയാണ് തീ പടർന്നത്. അപകടത്തിന് പിന്നാലെ 5 പേർ മരിച്ചു. എന്നാൽ ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് അവ്യക്തത തുടരുകയാണ്. പുക ശ്വസിച്ചതിനെ തുടർന്ന് ശ്വാസം കിട്ടാതെയാണ് 3 പേർ മരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ആരോപണം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തള്ളിയിരിക്കുകയാണ്. ഈ വിവരങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തത്തെ തുടർന്ന് മേപ്പാടി സ്വദേശി നസീറ മരിച്ചതിൽ ആരോപണവുമായി സഹോദരൻ രംഗത്തെത്തി. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതിനെ തുടർന്നാണ് സഹോദരി മരിച്ചതെന്നും ആരോഗ്യനില മെച്ചപ്പെട്ട് വരുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നുമാണ് സഹോദരൻ യൂസഫ് അലി ആരോപിക്കുന്നത്. അപകടം നടന്ന സ്ഥലത്തെ അത്യാഹിത ഘട്ടത്തിൽ പുറത്തിറങ്ങാനുള്ള എമർജൻസി വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു. വാതിൽ ചവിട്ടി തുറന്നാണ് നസീറയെ പുറത്തെത്തിച്ചത്. ICUവിൽ നിന്ന് മാറ്റി അരമണിക്കൂർ കഴിഞ്ഞാണ് ചികിത്സ ലഭിച്ചതും. അപ്പോഴേക്കും സഹോദരി ഗുരുതരാവസ്ഥയിൽ ആവുകയും ചെയ്തു. തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് യൂസഫ് അലി വ്യക്തമാക്കുന്നത്. പാലക്കാട് 2.5 വയസ്സുള്ള കുഞ്ഞുമായി അമ്മ കിണറ്റിൽ ചാടി, കുട്ടി മരിച്ചു, യുവതി ചികിത്സയിൽ. പാലക്കാട് തച്ചനാട്ടുകര സ്വദേശി കാഞ്ചനിയാണ് 2.5 വയസ്സുകാരനായ മകൻ വേദികിനെയും എടുത്ത് കിണറ്റിൽ ചാടിയത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തകരെത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ചികിത്സയ്ക്കിടെ കുട്ടി മരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത്. ജർമ്മനി, UK തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ ടേക്ക് ഓഫ് ഓവർസിയർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി CEO കാർത്തിക പ്രദീപ് പിടിയിൽ. തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസ് കോഴിക്കോട് നിന്നാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത്. 100-ലേറെ ഉദ്യോഗാർത്ഥികളെയാണ് ഇവർ തട്ടിപ്പിന് ഇരയാക്കിയത്. പത്തനംതിട്ട സ്വദേശിനിയായ കാർത്തിക തൃശൂരിലാണ് താമസിച്ചു വന്നത്. യുക്രൈനിൽ ഡോക്ടറാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കൊച്ചി പുല്ലേപ്പടിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ തൃശൂർ സ്വദേശിനി നൽകിയ പരാതിയിലാണ് ഈ നടപടി. കോഴിക്കോട്ട് നിന്നാണ് കാർത്തികയെ അറസ്റ്റ് ചെയ്യുന്നത്. സംസ്ഥാനത്ത് ആദ്യത്തെ സൈബർ കുറ്റകൃത്യ കേസ് രജിസ്റ്റർ ചെയ്തു CBI. ഓൺലൈൻ തട്ടിപ്പിൽ 70-കാരന് 1.04 കോടി നഷ്ടപ്പെട്ട കേസിലാണ് CBI അന്വേഷിക്കുന്നത്. തൃശൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് മാർച്ചിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം CBIക്ക് കൈമാറുകയായിരുന്നു. CBIയുടെ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ജൂലൈയിൽ തൃശൂർ സ്വദേശിയായ 75-കാരനായ ബിസിനസ്സുകാരനാണ് സൈബർ കുറ്റവാളികളുടെ തട്ടിപ്പിന് ഇരയായത്.